ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ മീഷോന്ന് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുന്നൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇന്ന് ഏതായാലും ഫൈനലി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് തുറന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഇന്ന് വേഗം വീഡിയോ ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ജ്വല്ലറി ഐറ്റംസ് എന്ന് പറയാൻ മാത്രമില്ല, ഒരു നെക്ലേസ് അതിൻ്റെ ഒരു സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. വെറും 80 രൂപക്കാണ് എനിക്ക് 6 കിട്ടിയത്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സിമ്പിളായിട്ടുള്ളതാണ് കേട്ടോ. ഏത് ഡ്രസ്സിൻ്റെ കൂടെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പാണ്. അപ്പോൾ ഒന്ന് ഞാൻ ഇവിടെ വേറെ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ. നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. എല്ലാതും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കാണിച്ചു തരാം. ഇതാ അതിൽ പെട്ട ഒന്നാണ് കേട്ടോ ഞാനിതാ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. കണ്ടോ നല്ല ഇതിങ്ങനെ. പക്ഷെ ഇതെന്താ വെച്ചാൽ വേഗം കെട്ടായി പോവും. അത് പിന്നെ നമുക്ക് നിർത്താൻ കഴിയൂല. അത് മാത്രമേ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട സിമ്പിളായിട്ടുള്ള ഐറ്റംസ് ആണ്. ഒന്ന് ഇതാണ് കേട്ടോ. അപ്പം അടുത്തത് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെ ഒരു ബോൾ വരുന്നത്. ചെയിൻ എല്ലതും സെയിം ആണ് കേട്ടോ. എല്ലാതും സെയിം ആണ്. ഇതിൽ ഈ ലോക്കറ്റിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഇതിൽ ക്വാളിറ്റിന് എത്രത്തോളം ഉണ്ടാവും എന്ന് നമുക്കറിയില്ല. കാരണം എന്താ വെച്ചാൽ യൂസ് ചെയ്തിട്ടില്ല. ചിലപ്പം കുറച്ച് യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ കളർ മങ്ങുമായിരിക്കും. എന്നിരുന്നാലും അത് വേർത്താണ്. ആ ഒരു റേറ്റിന് 6 വരുമ്പോൾ എന്തായാലും വേർത്തായിട്ടുള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ്. അടുത്തത് ഇതാ ഈ ഒരു ടൈപ്പാണ് കേട്ടോ. ഒരു ഹേർട്ട് ഷേപ്പിൽ വരുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. എല്ലാതും ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാണാൻ നല്ല രസമുണ്ട്. പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ചിലപ്പം ഇതിലേറെ ക്വാളിറ്റി ഇടാം. പക്ഷെ നല്ല റേറ്റും വരുന്നുണ്ടല്ലോ. ഇത് നമുക്ക് ഈ ഒരു റേറ്റിലാണ് 6 കിട്ടിയത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര വേർത്താണ്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ടൈപ്പാണ് കേട്ടോ. നമ്മളിതിൻ്റെ വേറൊരു മോഡലാണ് കുറച്ച് ഫസ്റ്റിൽ കണ്ടത്. ഇതാ ഈ ഒരു ടൈപ്പാണ് അടുത്തത് വരുന്നത്. ഇതാ ഇങ്ങനെയാണ് കേട്ടോ. ഒരു ബട്ടർഫ്ലൈ ആണ് ഇത്. നമ്മൾ പൊതുവേ എല്ലാവരിലും ഏകദേശം കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഇത് എന്താ ബട്ടർഫ്ലൈയിലാണ്. ഇതും എല്ലതും ഇട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് നല്ല ഭംഗി തോന്നുന്നുണ്ട്. ഇത് ലാസ്റ്റ് വന്നിട്ട് ഈ ഒരു മാലയാണ് കേട്ടോ. ഈ ഒരു രൂപത്തിന് എന്തോന്ന് പറയലുണ്ട്. കറക്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ കീ ചെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ ഈ ഒരു രൂപ കേട്ടോ. അങ്ങനെ 6 കേട്ടോ ഈ 80 രൂപയ്ക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇങ്ങനത്തെ 6 ടൈപ്പ് മാലയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇത് യൂസ് ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ. അതായത് ഇതിൻ്റെ കളർ മങ്ങോ എന്താ കാര്യം എന്നൊക്കെ ഉള്ളതൊന്ന് അറിയിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നല്ലതാണ് കേട്ടോ. ഇങ്ങനെ ഒരു ഇതിൽ ആദ്യം മാല സെറ്റ് ചെയ്തിട്ട് പിന്നെ ഈ ഒരു ബോക്സിൽ ഇട്ടിട്ട് തരികയാണ് കേട്ടോ ചെയ്തത്. പിന്നെ എന്താ ചെയ്ത് കെട്ട് കൂടാതെ നോക്കണം. അതാണ് ഇതിൻ്റെ മെയിനായിട്ട് എനിക്ക് തോന്നിയത്. ഇപ്പം തന്നെ എനിക്ക് കിട്ടിയപ്പോൾ ഒന്ന് കെട്ടായിനെ. പക്ഷേ എന്നങ്ങനെ കിട്ടിപ്പോയി. നിർത്താൻ കഴിഞ്ഞു. കെട്ട് കൂടി കഴിഞ്ഞാൽ അത് നിവർത്തിയെടുക്കാൻ ഭയങ്കര പാടാണ്. കാരണം തിന്നായുള്ള ഒരു ചെയിൻ ആയതുകൊണ്ട് പെട്ടെന്ന് കെട്ട് കൂടിയാൽ നമുക്ക് വിചാരിച്ച രീതിയിൽ അത് നിവർത്തിയെടുക്കാൻ കഴിയില്ല. പിന്നെ ഏക സമാധാനം എന്താ വെച്ചാൽ ചെയിൻ നമുക്ക് മാറ്റി യൂസ് ചെയ്യാം. ചെയിൻ സെയിം ആയതുകൊണ്ട് തന്നെ മറ്റ് ചെയിനിൻ്റെത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇത് വാങ്ങിയിട്ട് ആർക്കെങ്കിലും എന്താണ് കളറൊക്കെ മങ്ങിയിട്ടുണ്ടോ, എത്ര കാലം നിന്ന്, എന്താ അതെന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഏത് മാലയാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ കാണാം.